ഹലോ മച്ചന്മാരെ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സം ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഫസ്റ്റ് വണ്ണാണ് എങ്ങനെ ഇവൻ്റിൽ ഫാസ്റ്റായിട്ട് ലാൻഡിങ് എടുക്കാമെന്നാണ് നമ്മൾ നോക്കുമ്പോൾ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ജോയ്സ്റ്റിക്ക് ഈ രീതി പിടിക്കണം. മീൻസ് അത്യാവശ്യം മാപ്പിൽ നിന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് ഇങ്ങനെ പിടിക്കണം. ഇവിടെ സ്പീഡാണ് പിന്നെ കാര്യം. ഈ സ്പീഡും ഇതുപോലെ ജോയ്സ്റ്റിക്കും പിടിച്ചാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് പാരച്യൂട്ട് ഇടേണ്ട ആവശ്യമില്ല. പാരച്യൂട്ട് ഇടാതെ തന്നെ നമുക്ക് ഫാസ്റ്റ് ലാൻഡ് ചെയ്യാം. ഹെൽത്തൊന്നും കുറയില്ല. അപ്പോൾ ഇതിപ്പോഴും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും മിക്ക എനിമീസും പാരച്യൂട്ടൊക്കെ ഇട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. ഞാൻ ഈവൻ റാൻഡമായിട്ട് കളിച്ചപ്പോഴും ടീംമേറ്റ്സ് പാരച്യൂട്ട് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ടിപ്പാണ് ഇവിടുന്ന് എങ്ങനെ ഗെറ്റ് ഔട്ട് അടിക്കുക. ലൈക്ക് നമ്മൾ രണ്ട് രീതിയിൽ ഗെറ്റ് ഔട്ട് അടിക്കും. ഒന്ന് വെഹിക്കിൾ വെച്ച്, രണ്ട് നമ്മൾ നീന്തി. സോ ഇവിടെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വെഹിക്കിൾ വെച്ച് പുറത്തേക്ക് എടുക്കാനാണ്. ബിക്കോസ് നമ്മൾ നീന്തി മേളിയെത്തുമ്പോൾ അവിടെ കുറച്ച് കാലന്മാർ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടാവും. സോ കാലന്മാർ നമ്മളെ പെട്ടിയാക്കും. ബിക്കോസ് മിനിമം ഒരു കളിക്കാറുന്ന പ്ലെയറാണെങ്കിൽ നമ്മൾ മേളിലേക്ക് പൊങ്ങി വരുമ്പോഴേക്കും നമ്മൾ പെട്ടിയാക്കി പല ലോകത്തേക്ക് വിടും. അതുകൊണ്ടാണ് കൂടുതലും വെഹിക്കിൾ പ്രിഫർ ചെയ്യുന്നത്. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ടൊർണാഡോ ഗൈഡൻസ് ആണ്. മീൻസ് ഇവിടെ ഞാൻ ഒരു അനലൈസിങ് ചെയ്ത് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ടൊർണാഡോ ഉണ്ടാക്കി ഒരു 1/4 സ്പോട്ട് പീപ്പിൾ ഉണ്ടെന്ന് നോക്കി, എനിമീസ് ഉണ്ടെന്ന് നോക്കി, അവരെ നമ്മൾ ഫുൾ ടൊർണാഡോ ഇട്ട് കിറക്കി വട്ടം ചുറ്റിച്ച് ഒരു മാതിരിയാക്കും. മീൻസ് അവസാനം വരെ എന്നിട്ട് തീർന്നവരെ ഇതായി കഴിയുമ്പോൾ അവർ 50% ആക്കും. ബട്ട് ഇപ്പോൾ നമ്മൾ ഇതുപോലെ എനിമീനെ പിടിച്ച് ലീവാക്കാമെന്ന് നോക്കി അവർക്ക് 5 to 10 സെക്കൻഡ്സിനുള്ളിൽ അവർക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് എനിമി എസ്കേപ്പ് ആകും. മീൻസ് അവർ ജോയ്സ്റ്റിക്ക് പുറത്തേക്കിട്ട് വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് എസ്കേപ്പ് ആകാൻ പറ്റും. അപ്പോൾ അവർ എസ്കേപ്പ് ആയി കഴിയുമ്പോൾ അവർ കുറച്ച് നേരത്തെ സ്റ്റില്ലായിരിക്കും. അപ്പോൾ അവർക്കൊരു 70 to 80% ഓഫ് ലൈഫ് അവർക്ക് കുറഞ്ഞിട്ടുണ്ടാവും എന്തായാലും. ടൊർണാഡോ ഗൈഡിനെ കുറിച്ച് ചെറിയ വീഡിയോ ഇനിയും വരും ഗൈസ്. അപ്പോൾ അതിനെ ഞാൻ വെച്ചുകൊണ്ട് വിശദീകരിച്ചെല്ലാം പറഞ്ഞുതരാം. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4 ലൊക്കേഷൻസ് ഉണ്ട് ഇവിടെ ലൂട്ട് അടിക്കാനായിട്ട്. ഒരു 4 ലൊക്കേഷൻസ് ഉണ്ട്. ടിപ്പ് നമ്പർ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ദ ക്യാമ്പിംഗ് സ്പേസ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അപ്പോൾ നൈസായിട്ട് ആ ബബിൾ ഇട്ടിട്ട് അവിടെ ഒന്നൊരു സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റും സെറ്റ് ചെയ്ത് ക്യാമ്പിംഗ് സ്പേസ് പോലെ. അപ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് വന്നെ എനിമീനെയൊക്കെ നൈസായിട്ട് നിങ്ങൾക്ക് അടിച്ചിടാനും പറ്റും. സുഖമായിട്ട് നിങ്ങൾക്ക് കില്ലെടുക്കാം. ബട്ട് ഈ ക്യാമ്പിംഗ് സ്പേസിന് ഞാൻ 50-50 ചാൻസ് തരുള്ളൂ. ബിക്കോസ് എങ്ങനെ എനിമി കണ്ട് നിങ്ങളിപ്പോൾ എനിമീനെ വെടിവെച്ച് വീണില്ലെങ്കിൽ എനിമി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഒരാഴ്ച എനിക്ക് നന്നായിട്ട് കിട്ടി. ബട്ട് ബെറ്റർ ക്യാമ്പിംഗ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. ടിപ്പ് നമ്പർ 6 എന്ന് പറഞ്ഞാൽ അത് ടിപ്പാണ് ഗൈസ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ ഇപ്പം എൻ്റെ ഫ്രണ്ട് ഒരു ബബിൾ ഇടും. ആ ബബിളിൽ ഇപ്പോൾ എനിക്ക് കയറി ചെല്ലാൻ പറ്റും. അങ്ങനെ ഇട്ടിട്ട് ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഐറ്റിൽ നമുക്ക് എത്താനും പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഇൻ കേസ് ഇനി സോൺ ഔട്ടിൻ്റെ സമയത്ത് ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇതൊരു നല്ല സാധനമായിരിക്കും. ജസ്റ്റ് ഒരു ടിപ്പായിട്ട് ഇരുന്നോട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞോട്ടെന്ന് ചോദിച്ചാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.